മണിശങ്കർ കുതിച്ചെണീറ്റു. ബെഡ്റൂം ലാമ്പ് തെളിച്ചു. പെട്ടെന്ന് വാതിൽക്കിലേക്ക് പാഞ്ഞു. പൊടുന്നനെ ഒരലർച്ച കേട്ടു. മണിശങ്കർ വാതിൽ തുറന്നതും ഒരു സ്ത്രീ അയാളുടെ ശരീരത്തിലേക്ക് വീണതും ഒന്നിച്ചായിരുന്നു. SP ഞെട്ടിപ്പോയി. തന്റെ ദേഹത്തേക്ക് വീണ സ്ത്രീയുടെ ശരീരത്തിന് നനവുണ്ടെന്ന് മണിശങ്കറിന് തോന്നി. ചോര. ആ ശരീരം നിറയെ ചോര. അവളുടെ മുതുകിൽ തുളഞ്ഞു കയറിയിരിക്കുന്ന ഒരു കഠാര. ആദ്യത്തെ അമ്പരപ്പ് മാറി. മണിശങ്കർ അവളെ തറയിൽ കിടത്തി. കത്തി വലിച്ചൂരിയില്ല. നാടി പിടിച്ചു നോക്കിയപ്പോൾ അവസാന സ്പന്ദനം ബാക്കിയുണ്ട്. ആരായിരിക്കും ഇവൾ? ആരായാലും ഇവളെ രക്ഷിക്കണം. മണിശങ്കർ അവളെ കോരിയെടുത്ത് മാരുതി ജിപ്സിയിൽ കയറ്റി. അപ്പോൾ അവളൊന്ന് ഞരങ്ങി. ഏയ്, മണിശങ്കർ വിളിച്ചു. പക്ഷേ അവൾ അനങ്ങിയില്ല. മണിശങ്കർ വേഷം മാറി വന്ന് ജിപ്സിയിൽ കയറി. അലറി കുതിക്കുകയായിരുന്നു അത്. അജ്ഞാതയായ ഈ സ്ത്രീ ഒരുപക്ഷെ തനിക്ക് കൈമാറുവാൻ എന്തെങ്കിലും വിലപ്പെട്ട തെളിവുകൾ വച്ചിട്ടുണ്ടാവുമെന്ന് അയാൾക്ക് തോന്നി. ശാസ്താംകോട്ട കായലിന് അഭിമുഖമായി ഇരുളിൽ ഒരു കെട്ടിടം. അതിന്റെ പോർച്ചിൽ 4-5 വാഹനങ്ങൾ കിടന്നിരുന്നു. അടഞ്ഞ വാതിൽക്കൽ ഒരു കാവൽക്കാരൻ. കെട്ടിടത്തിന്റെ ഒരു മുറിക്കുള്ളിൽ വെളിച്ചമുണ്ടായിരുന്നു. അവിടെ 5 പേർ ഒരു മേശയ്ക്ക് ചുറ്റും ഇരിക്കുന്നു. അവരിൽ ഒരാൾ പൗലോസ് ആലക്കോടൻ. മറ്റുള്ളവർ സംസ്ഥാനത്തിന്റെ സ്പന്ദനങ്ങൾ നിയന്ത്രിക്കുന്നവർ. അവൻ നമ്മെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്നാണ് എൻ്റെ സംശയം, പൗലോസ് ആലക്കോടൻ പറഞ്ഞു. അല്ലെങ്കിൽ സദാശിവനും മകനും ഒരിക്കലും കൊല്ലപ്പെടുമായിരുന്നില്ല. പക്ഷെ അവരാരും ഒന്നും വിട്ടു പറഞ്ഞിരിക്കില്ല. ഉണ്ടെങ്കിൽ അവൻ എപ്പോഴേ നമ്മുടെ അരികിലെത്തിയേനെ, മറ്റൊരാൾ പറഞ്ഞു. കാര്യം എന്തൊക്കെയായാലും നമ്മൾ മുൻകരുതൽ എടുക്കുന്നത് നല്ലതാ. ഞാനൊന്ന് തുമ്മുന്നത് നോക്കിയിരിക്കുകയാണ് പത്രക്കാരൻ. ഈ ന്യൂസ് എങ്ങാനും ലീക്ക് ചെയ്താൽ അതോടെ തീർന്നു എല്ലാം, മൂന്നാമൻ പറഞ്ഞു. പെട്ടെന്നാണ് സെല്ലുലാർ ഫോൺ ശബ്ദിച്ചത്. പൗലോസ് ആലക്കോടൻ അറ്റൻഡ് ചെയ്തു. അയാളുടെ മുഖം വിളർന്നതും കണ്ണുകളിൽ ഭീതി നിറയുന്നതും മറ്റുള്ളവർ കണ്ടു. പൗലോസ്, വാട്ട് ഹാപ്പൻ? അവൾ രക്ഷപ്പെട്ട് SP മണിശങ്കറിന്റെ മുന്നിലെത്തി. അയാൾ അവളെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുന്നു. മൈ ഗോഡ്, നിലവിളിക്കുകയായിരുന്നു മറ്റുള്ളവർ. നായിന്റെ മോളെ കൊന്നുകൂടായിരുന്നോ? SP വാതിലിൽ തട്ടിക്കൊണ്ടിരിക്കവേ നമ്മുടെ ആളുകൾ പിന്നിൽ നിന്ന് അവളെ കുത്തി. പക്ഷേ മരിച്ചിട്ടില്ല. എന്ത് വില കൊടുക്കേണ്ടി വന്നാലും അവളുടെ നാവിൻ തുമ്പിൽ നിന്ന് ഒരക്ഷരം പോലും പുറത്തു വരരുത്. വിളിക്ക് അലക്സാണ്ടറെ, അവൻ ഏറ്റെടുക്കട്ടെ ആ ജോലി. പൗലോസ് ആലക്കോടന്റെ വിരലുകൾ ധൃതിയിൽ നമ്പറുകളിൽ അമർന്നു. സെല്ലുലാർ ഫോൺ അയാൾ കാതോട് ചേർത്തു. നേരം പുലർന്നു. മാക്കാന്തെരുവിൽ നടുക്കമുണർത്തിക്കൊണ്ട് ആ വാർത്ത പരന്നു. അലക്സാണ്ടർ കൊല്ലപ്പെട്ടു. ആർക്കും അതങ്ങോട്ട് വിശ്വസിക്കാനായില്ല. ഓടിക്കൂടിയവർ കട്ടിലിനോട് ചേർത്ത് കിട്ടിയിരിക്കുന്ന ഒരു യുവതിയെ കണ്ടു. ചോര തീർത്ത വലയത്തിനുള്ളിൽ അലക്സാണ്ടർ. യുവതി രക്ഷയ്ക്കായി കേണുവെങ്കിലും അവളുടെ അരികിലേക്ക് അടുക്കുവാൻ ആരും തയ്യാറായില്ല. അവസാനം പോലീസാണ് മണിക്കൂറുകൾക്ക് ശേഷം അവളെ മോചിപ്പിച്ചത്. അവൾ പറഞ്ഞ കാര്യങ്ങൾ അവർ അമ്പരപ്പോടെയാണ് കേട്ടിരുന്നത്. വിവരം വയർലെസ്സിലൂടെ മണിശങ്കറിന് കിട്ടി. പുതിയ ഇര കിട്ടിയ മാതിരി അയാൾ ഓടിയെത്തി. ആ യുവതിയുടെ പേര് സുശീല എന്നായിരുന്നു. അവിടെ നടന്ന കാര്യങ്ങളൊക്കെ SP മുന്നിൽ വീണ്ടും അവതരിപ്പിച്ചു. മണിശങ്കറിന് ചിത്രം ഒന്നുകൂടി വ്യക്തമായി. രാഘവന്റെ സുഹൃത്ത് പറഞ്ഞ സംഭവത്തിലെ നീണ്ട മുടിയുള്ളവൻ അലക്സാണ്ടർ ആയിരുന്നു. ഇനി ആരായിരിക്കും രാഘവന്റെ ഇര? മണിശങ്കർ ഒരു സിഗരറ്റിന് തീ കൊളുത്തി ചിന്തയിൽ മുഴുകി. എവിടെയോ ശക്തനായ ഒരു വില്ലൻ മറഞ്ഞു നിൽപ്പുണ്ട്. സദാശിവൻ മുതലാളിയുടെ സുഹൃത്തുക്കളിൽ ആരെങ്കിലും ആയിരിക്കാം അത്. പക്ഷേ വ്യക്തമായൊരു രൂപം കിട്ടാതെ ഒന്നിനുമാവില്ല. പന്ത് ഇപ്പോഴും രാഘവന്റെ കോർട്ടിൽ തന്നെയാണ്. ഈ പകൽ അവസാനിക്കുന്നതുവരെ താൻ കാത്തിരുന്നേ പറ്റൂ, രാഘവൻ മനസ്സിൽ പറഞ്ഞു. അലക്സാണ്ടർ മരിച്ച വിവരം അറിയുമ്പോൾ അവിടെ ബന്ധിച്ചിട്ടിരുന്ന യുവതി തന്നെക്കുറിച്ച് പോലീസിനോട് പറഞ്ഞിട്ടുണ്ടാവും. അവർ ഇപ്പോൾ ഓരോ മണൽത്തരിക്കുള്ളിലും തന്നെ തേടുകയാവും. പാടില്ല. നാൻസിയെ താൻ കണ്ടെത്തുന്നവരെ ഇനി പോലീസിന് പിടികൊടുക്കാൻ പാടില്ല. ഒരു പള്ളിയുടെ സെമിത്തേരിയോട് ചേർന്നുള്ള പൊന്തക്കാടുകൾക്കിടയിൽ നീണ്ടു നിവർന്നു കിടക്കുകയായിരുന്നു രാഘവൻ. തെമ്മാടികളെ അടക്കുന്ന സ്ഥലമായിരുന്നു അത്. താൻ ഇനി നേരിടാൻ പോകുന്ന പൗലോസ് ആലക്കോടൻ അത്ര കുറഞ്ഞ പുള്ളിയല്ലെന്ന് രാഘവൻ അറിയാം. സദാശിവൻ മുതലാളിയേക്കാൾ 10 ഇരട്ടി പ്രബലൻ, വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട വ്യക്തി, പൗലോസ് ആലക്കോടൻ. ആ പേരിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ മനസ്സ് ചുട്ടുപൊള്ളുന്നു. മഞ്ഞിനുള്ളിൽ എന്ന വണ്ണം മനസ്സിന്റെ സ്ക്രീനിൽ ചില ചിത്രങ്ങൾ തെളിയുകയാണ്. ഇത് പിടിക്ക്, നിനക്ക് ഉന്നമുണ്ടോ എന്ന് ഞാനൊന്ന് അറിയട്ടെ. ഏതോ ഗുഹയിൽ നിന്നും പ്രതിധ്വനിയോടുകൂടി എത്തുന്ന വാക്കുകൾ പോലെ.
പൊന്തക്കാടുകൾക്കിടയിലൂടെ അരിച്ചിറങ്ങുന്ന സൂര്യപ്രകാശത്തിലേക്ക് നോക്കി. ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. ഇനി കഴിക്കണമെങ്കിൽ നേരം ഇരുട്ടണം. അതുവരെ പുറത്തിറങ്ങാനാവില്ല. ഈ പകൽ ആരും സെമിത്തേരിയിലേക്ക് വന്നില്ലെങ്കിൽ ഭാഗ്യം. ഒരു കല്ലറയുടെ മറവിൽ വച്ചിരിക്കുകയാണ് ബൈക്ക്. താൻ ഇന്ന് വരെ ഒറ്റയാളിനോട് പോലും ആ സത്യം പറഞ്ഞിട്ടില്ല. ദേവദാസിനോടും പറഞ്ഞത് ഹൈക്കോടതി ജഡ്ജി ഗുരുദാസിനെയും ഭാര്യയെയും കൊന്നത് താൻ തന്നെയാണെന്നാണ്. പക്ഷേ പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ചാരം മൂടിക്കിടന്നിരുന്ന പകയുടെ കനലുകൾ വെട്ടിത്തിളങ്ങുന്നത് രാഘവൻ അറിഞ്ഞു. ജയിലിൽ നിന്നിറങ്ങിയ ദിവസം തന്നെ ആ ഒരു മുഖം തേടി താൻ പോയി. കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷേ താനത് കണ്ടെത്തും. ഇനി എല്ലാം വളരെ എളുപ്പമാണെന്ന് ആരോ കാതുകളിൽ ഓതി തരുന്നത് പോലെ തോന്നി. രാഘവൻ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. ആരോടും പറയാത്ത ആ സത്യം മനസ്സിലിരുന്ന് വിങ്ങുവാൻ തുടങ്ങി. ആ ദിവസം ലീവിന് വന്ന രാഘവൻ താൻ കൊണ്ടുവന്ന ഒരു കുപ്പി വിസ്കിയുമായിട്ടാണ് ദേവദാസിന്റെ അരികിലെത്തിയത്. അത് പതിവുള്ളതാണ്. എന്ന് വന്നാലും ദേവദാസുമായിരുന്നേ മദ്യപിക്കൂ. അത് രാഘവന്റെ നിർബന്ധമാണ്. ആതിര അവർക്ക് കുറിക്കാൻ വേണ്ടതൊക്കെ വേഗത്തിൽ ഒരുക്കി കൊടുത്തു. ദേവദാസ് കുടിയുടെ കാര്യത്തിൽ രാഘവനേക്കാൾ പിന്നിലാണ്. ഗ്ലാസുകൾ പലതവണ ഒഴിഞ്ഞു. രാത്രി കനത്തു. ഇരുവരും നല്ല ഫോമിലായി. കുപ്പിയിലെ അവസാന തുള്ളി മദ്യവും ഗ്ലാസ്സിലേക്ക് ഊറ്റിയിട്ട് രാഘവൻ പറഞ്ഞു, ആരുടെ കൂടെ ഇരുന്ന് കുടിച്ചാലും നിന്റെ ഒപ്പം ഇരിക്കുന്നതിൻ്റെ ഒരു സുഖം കിട്ടത്തില്ല. ഉള്ളു തുറന്ന് സംസാരിക്കാം, ചിരിക്കാം. ആ പറയുന്നത് സത്യമാണെന്ന് ദേവദാസിനും അറിയാം. അല്ല, ഇനിയും എണീക്കാറായില്ലേ ഇരുവർക്കും? ആതിര അങ്ങോട്ട് വന്നു. രാഘവണ്ണനെ നോക്കിയിരുന്ന് നാൻസിയുടെ കണ്ണ് കഴിച്ചു കാണും. അവർക്കറിയാം ഞാനിവിടെ കാണുമെന്ന്. അതുകൊണ്ട് കുഴപ്പമില്ല. എങ്കിൽ പിന്നെ അവളെ കൂടി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാമായിരുന്നില്ലേ? ആവായിരുന്നു. രാഘവൻ കുഴഞ്ഞ ശബ്ദത്തിൽ ചിരിച്ചു. പക്ഷേ ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അയാൾ എണീറ്റ് കൈ കഴുകി. അടുത്ത തവണ ഞാൻ വരുമ്പോൾ നീ നോക്കിക്കോടാ ദേവദാസേ, പുതിയൊരു തരം മദ്യം കൊണ്ടുവരാം. അത് കുടിച്ചാ അമ്പരന്ന് പോകും. അത്രയ്ക്ക് മെച്ചമാണോ? ആയിരിക്കും. ഞാനും കുടിച്ചിട്ടില്ല. ദേവദാസ് മാതിരിയും അത് കേട്ട് പൊട്ടിച്ചിരിച്ചു. അല്ല, നിങ്ങൾ എന്തിനാ ചിരിക്കുന്നത്? ചുമ്മാ. അളിയൻ നല്ല ഫിറ്റാണല്ലോ. ഞാനോ? ഒന്ന് ബോർഡാകുവേ. ഒരു ഫുള്ളും കൂടി ഉണ്ടെങ്കിലും ഞാൻ അടിക്കും. നിനക്ക് കാണണോ? വേണ്ടായേ. അതിരിക്കട്ടെ, ഞാൻ കൂടി വരണോ വീട്ടിലേക്ക്? അതിനു മാത്രം ഒന്നും ഇല്ലടാ. തൽക്കാലം നീ വരണ്ട. നാളെ കാണാം. പറ്റുമെങ്കിൽ നാളെ രണ്ടുപേരും കൂടെ നാളെ അങ്ങോട്ട് പോരെ. ഇനിയും ഇരിപ്പുണ്ടായിരിക്കും, ആതിര പറഞ്ഞു. കറക്റ്റ്. ദേവദാസേ, എന്റെ ഭാര്യ മോശമല്ലല്ലോ. എന്റെ പെണ്ണും പിള്ളയ്ക്കാണെങ്കിൽ ഇത്രയും ബുദ്ധിയില്ല കേട്ടോ. ചുമ്മാ കളിയാക്കാതെ രാഘവണ്ണ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങുക. രണ്ടുപേരോടും കൂടിയാ പറഞ്ഞത്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ടോർച്ചും തെളിച്ച് രാഘവൻ വേച്ച് നടന്നുപോയി. ഇടവഴിയിലൂടെ റോഡിലേക്ക് കടക്കുമ്പോൾ മുന്നിലൂടെ ഒരു പന്നിയലി ചാടിപ്പോയി. മനുഷ്യനെ ഭയപ്പെടുത്തുകയും ചെയ്യുമല്ലോ ഈ അശ്രേരങ്ങൾ. പ്രവൃത്തുകൊണ്ടാണ് റോഡിൽ കയറിയത്. ചെമ്മൺ പാത, എങ്ങും നിശബ്ദത. കയ്യിലെ വാച്ചിലേക്ക് ടോർച്ചടിച്ചു നോക്കി. 11 മണി. പാവം നാൻസി ഇപ്പോൾ ഉറക്കം വിളിച്ച് കാത്തിരിക്കാവും. കുറെ കൂടി നേരത്തെ മടങ്ങേണ്ടതായിരുന്നു. തല നേരെ നിൽക്കുന്നില്ലെന്ന് രാഘവന് തോന്നി. മദ്യപിച്ചത് ഇത്തിരി കൂടിപ്പോയി. ഏതാനും വാരം നടന്നതേയുള്ളൂ. പൊടുന്നനെ ഇരുളിൽ ഒരു വാഹനത്തിന്റെ ഹെഡ്ലൈറ്റുകൾ തെളിഞ്ഞു. വെളിച്ചം കണ്ണുകളിലേക്ക് സൂചിമുനകൾ പോലെ തുളഞ്ഞിറങ്ങി. ഛേ, ഇതെന്നാ പരിപാടിയാ എന്ന് ചോദിച്ചുകൊണ്ട് നോക്കുമ്പോൾ ഹെഡ്ലൈറ്റുകൾക്ക് നടുവിലായി ഒരു മനുഷ്യൻ നിൽക്കുന്നു. രാഘവൻ അല്പം കൂടി മുന്നോട്ടെടുത്തു. ആ വണ്ടി എന്തിനവിടെ കിടക്കുന്നു എന്നൊന്നും അയാൾ ചിന്തിച്ചില്ല. തനിക്ക് തൻ്റെ വഴി. വെളിച്ചത്തിന് നടുവിൽ നിന്നിരുന്ന മനുഷ്യനെ കടന്ന് മുന്നോട്ട് നീങ്ങുവാൻ ഭാവിച്ചപ്പോഴാണ് അയാൾ വിളിച്ചത്. രാഘവ. തിരിഞ്ഞ് ആ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കി. ഒരു ഞെട്ടൽ. തോമസ് ജോസഫ്, നാൻസിയുടെ പപ്പ. താൻ കാണുന്നത് സത്യമാണെന്ന് വിശ്വസിക്കുവാൻ രാഘവന് അപ്പോഴും കഴിഞ്ഞില്ല. നാൻസിയുടെ പപ്പ. അവളെ താൻ വിളിച്ചുകൊണ്ടു പോകുന്നതിന് ശേഷമുള്ള ആദ്യത്തെ മുഖാമുഖം. എന്തു പറയണമെന്നോ എന്തു ചെയ്യണമെന്നോ അറിയാതെ രാഘവൻ പകച്ചുപോയി. ആ മുഖത്തേക്ക് നോക്കുവാൻ തന്നെ ബുദ്ധിമുട്ട്. പക്ഷേ കാലുകൾ അറിയാതെ തന്നെ നിശ്ചലമായി കഴിഞ്ഞിരുന്നു. തോമസ് ജോസഫ് കണ്ണിമയ്ക്കാതെ നോക്കി നിൽക്കുകയാണ്. ആ കണ്ണുകൾക്ക് വല്ലാത്തൊരു തിളക്കമുണ്ടായിരുന്നു.
തലയുടെ പകുതി ഭാഗത്തോളം കഷണ്ടി കയറിയിരുന്നു. നര കയറിയ കട്ടിമീശ, ഒത്ത ഉയരവും വണ്ണവും. 50-ലധികം പ്രായം വരും തോമസ് ജോസഫിന്. ഞാൻ നിന്നെ മാത്രം പ്രതീക്ഷിച്ചു നിൽക്കുകയായിരുന്നു, അയാൾ വളരെ സൗമ്യമായ ശബ്ദത്തിൽ രാഘവനോട് പറഞ്ഞു. എന്തിന്? ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. വാ, പറയാം. അയാൾ പിന്തിരിഞ്ഞു വന്ന് കാറിന്റെ ഡോർ തുറന്നു കൊടുത്തു. എന്നിട്ടും രാഘവന് ഒരാപത്ശങ്ക. നീ സംശയിക്കണ്ട, നാൻസിയുടെ മമ്മിക്ക് നിന്നെ ഒന്ന് കാണണമെന്ന്. ഒരുപക്ഷെ എല്ലാ വൈരങ്ങളും അവസാനിപ്പിച്ച് നമുക്ക് ഒത്തുചേരാനുള്ള ഒരു നിമിത്തമായി തീർന്നേക്കാം ഈ കൂടിക്കാഴ്ച. മദ്യം ശരിക്ക് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. രാഘവൻ കാറിൽ കയറി. ഒപ്പം തോമസ് ജോസഫും. അവരെ കൂടാതെ ഡ്രൈവർ മാത്രമേ കാറിലുണ്ടായിരുന്നുള്ളൂ. അരമണിക്കൂർ കൂടുതൽ കാർ ഓടി. ഒടുവിൽ തുരുത്തുപോലെ തോന്നിക്കുന്ന ഒരു ഭാഗത്താണ് കാർ എത്തിയത്. തോമസ് ജോസഫിന് പിന്നാലെ രാഘവനും ഇറങ്ങി. മുന്നിൽ ഒരു ഷെഡ്. അതിൻ്റെ മേൽക്കൂര പുല്ലുമേഞ്ഞതായിരുന്നു. മുറ്റത്ത് കുറേ വിറകുകൾ കൂട്ടിയിട്ട് തീ കൊളുത്തിയിരിക്കുന്നു. അതിനു ചുറ്റും കസേരകളിലിരുന്ന് സ്വാദോടെ മദ്യം നുകരുന്ന 3 പേർ. കാറിൽ നിന്ന് ഇറങ്ങിച്ചെന്നത് അങ്ങോട്ടാണ്. ഇരുവരെയും അവർ ഹൃദ്യമായി സ്വാഗതം ചെയ്തു. 2 കസേരകൾ നീക്കിയിട്ട് കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇരിക്ക്. ഇതാണ് എൻ്റെ മരുമകൻ രാഘവൻ, തോമസ് ജോസഫ് പരിചയപ്പെടുത്തി. ആ ശബ്ദത്തിൽ പരിഹാസമുണ്ടായിരുന്നു. ഷാർപ്പ് ഷൂട്ടർ അല്ലേ? അവിടെയുണ്ടായിരുന്ന ദീർഘകായൻ തിരക്കി. ഒപ്പം അയാൾ ഒരു ഗ്ലാസ്സിലേക്ക് മദ്യം പകർന്ന് അതിൽ ഒരു പ്ലാസ്റ്റിക് കവറിൽ നിന്നും എന്തോ ഒരു പൊടി വീഴ്ത്തി. പിന്നെ സോഡ ചേർത്ത് രാഘവന് നൽകി. എനിക്ക് വേണ്ട, രാഘവൻ പറഞ്ഞു. അതെന്താ സുഹൃത്തെ? നമ്മൾ ആദ്യമായി കണ്ടതിൻ്റെ സന്തോഷത്തിന് വേണ്ടിയല്ലേ? കുടിക്ക് രാഘവ, തോമസ് ജോസഫും പ്രോത്സാഹിപ്പിച്ചു. അറിയാതെ രാഘവന്റെ കൈ നീണ്ടു ചെന്നു. ഒരിറക്ക് മദ്യം അകത്താക്കിയപ്പോൾ തന്നെ മനസ്സിലായി എന്തോ പ്രത്യേകതയുണ്ടെന്ന്. ഇന്ന് വരെ താൻ കുടിച്ച മദ്യങ്ങളെക്കാൾ എന്തോ കൂടുതലായി. ഒറ്റ വലിക്ക് ബാക്കി കൂടി അകത്താക്കി. നിമിഷങ്ങൾ. താൻ വായുവിൽ ഒരു പഞ്ഞിത്തൊണ്ട് മാതിരി ഉയരുകയാണെന്ന് തോന്നി. ശരീരത്തിന് ഭാരക്കുറവ്. ഞാൻ ഇവരെ നിനക്ക് പരിചയപ്പെടുത്തിയില്ലല്ലോ രാഘവ. ആകാശച്ചെരിവിൽ നിന്നും തോമസ് ജോസഫിന്റെ ശബ്ദം എത്തുന്നത് പോലെ രാഘവന് തോന്നി. ഇത് പൗലോസ് ആലക്കോടൻ, ഇയാൾ ജയകൃഷ്ണൻ, അടുത്തത് ASP ആദിത്യൻ. ഇനി വാ, മറ്റൊരാളെ കൂടി പരിചയപ്പെടുത്താനുണ്ട്. അവിടെ ഇരുന്നവരൊക്കെ എണീറ്റു. രാഘവൻ വേച്ചു പോയപ്പോൾ പൗലോസ് ആലക്കോടൻ താങ്ങി. പിന്നെ എല്ലാവരും കൂടി ആ ഷെഡിനുള്ളിലേക്ക് നടന്നു. രാഘവൻ പണിപ്പെട്ട് കണ്ണുകൾ ചിമ്മി തുറന്നു. ഷെഡിൽ പുലിത്തോലിൽ പത്മാസനത്തിൽ ഇരിക്കുന്ന ഒരു സ്വാമി. സ്വാമി ധ്യാനത്തിലാണ്. മഹാത്മൻ രാഘവനെത്തി, പൗലോസ് ആലക്കോടൻ പറഞ്ഞു. സ്വാമി കണ്ണു തുറന്നു. അയാളെ അടിമുടി നോക്കി. മകനെ, ത്രികാലജ്ഞാനിയാണ് ഞാൻ. നിന്റെ ഭൂതവും വർത്തമാനവും ഭാവിയും ഞാൻ അറിയുന്നു. നിന്റെ ജീവിതത്തിന് തന്നെ മാറ്റമുണ്ടാകുന്ന ഒരു സംഭവം താമസിയാതെ അരങ്ങേറാൻ പോകുന്നു. രാഘവൻ സ്വാമിയെ തൊഴുതു. ആയുഷ്മാൻ ഭവ. സ്വാമി കൈകൾ ഉയർത്തി അനുഗ്രഹിച്ചു. ഉന്നം തെറ്റാതെ വെടിവെക്കുന്ന വിദ്യ മകൻ അഭ്യസിച്ചിട്ടുണ്ട് അല്ലേ? ഉവ്വ് സ്വാമി. ആ വിദ്യ നമ്മെ കൂടി ഒന്ന് പഠിപ്പിക്കാമോ? അതിപ്പോ അല്ലെങ്കിൽ നമുക്കതൊന്ന് കണ്ടാലും മതി. ഉന്നം തെറ്റാതെ നീ വെടിവെക്കുന്നത്. രാഘവൻ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുമ്പോൾ സ്വാമി ഒരു റിവോൾവർ എടുത്തു നീട്ടി. ദാ, പിടിക്ക്. ഒപ്പം അയാൾ തൻ്റെ കാവി തുണി കൊണ്ട് റിവോൾവർ തുടയ്ക്കുന്നുണ്ടായിരുന്നു. രാഘവൻ റിവോൾവർ വാങ്ങി. ഷെഡിന്റെ മൂലയിൽ ഒരു കോലമുണ്ടാക്കി വെച്ചിരുന്നു. അങ്ങോട്ട് വിരൽ ചൂണ്ടി സ്വാമി പറഞ്ഞു, അതിലേക്ക് വെടിവെക്ക്. ഒരു നിമിഷാർദ്ധത്തിന്റെ ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ബുള്ളറ്റ് കോലത്തിന്റെ തലയിൽ കമിഴ്ത്തിയിരുന്ന മൺചട്ടി ചിതറിച്ചു കളഞ്ഞു. സബാഷ്, ഒന്നുകൂടി വെടിവെച്ചേ. ഒരു വെടിയുണ്ട കൂടി കോലത്തിൽ തുളഞ്ഞിറങ്ങി. മതി, ഞങ്ങൾക്ക് തൃപ്തിയായി. സ്വാമി ചിരിച്ചു. മകനെ, ആ റിവോൾവർ നീ എടുത്തുകൊള്ളൂ. മോക്ഷമാർഗം തേടി ഭഗവാൻ സന്നിധിയിലേക്ക് പോകുന്ന എനിക്ക് എന്തിന് ആയുധങ്ങൾ? താങ്ക് യു സ്വാമി. ഒരു മഹാവിപത്തിൽ നിന്നാണ് മകൻ എന്നെ രക്ഷിച്ചിരിക്കുന്നത്. എങ്ങനെ? പീഡനം. മനസ്സിലായില്ലല്ലോ? ഒക്കെ നാളെ അറിയും.
ഒന്ന് മാത്രം അറിഞ്ഞാൽ മതി, സ്ത്രീകൾ ഉള്ളിടത്ത് സ്ത്രീ പീഡനമുണ്ടാകും. ഇതെന്റെ മാത്രം അഭിപ്രായമല്ല. രാഘവൻ റിവോൾവർ അരയിൽ തിരുകി. പൗലോസ് ആലക്കോടൻ പ്ലാസ്റ്റിക് കവർ എടുത്തു. വേണോ രാഘവ? വേണം. അറിയാതെ നാവ് നീട്ടിക്കൊടുത്തു. നാവിലേക്ക് വീഴുന്ന വെളുത്ത പൊടി. സ്വാദോടെ അത് നുണഞ്ഞിറക്കി. നാൻസിയുടെ അമ്മയെ കാണാനെന്ന് പറഞ്ഞാണ് തോമസ് ജോസഫ് തന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നതെന്ന് കാര്യമൊക്കെ രാഘവൻ അപ്പോൾ മറന്നു കഴിഞ്ഞിരുന്നു. മയക്കുമരുന്നിന്റെ ലഹരിയിൽ അമർന്നു കഴിഞ്ഞിരുന്ന അയാൾ എന്തോർക്കാനാണ്? എങ്കിൽ ഇനി മടങ്ങിക്കോ രാഘവ, നിന്നെ ഞാൻ ഒരിക്കലും മറക്കില്ല കേട്ടോ, സ്വാമി പറഞ്ഞു. രാഘവൻ വേച്ച് വേച്ച് മുന്നോട്ട് നീങ്ങി. അവിടെ ഉണ്ടായിരുന്ന 4 പേരും മുഖാമുഖം നോക്കി ചിരിച്ചു. ഞാൻ കൊണ്ടുവിടാം മരുമകനെ, പരിഹാസം നിറഞ്ഞ ശബ്ദത്തിൽ തോമസ് ജോസഫ് പറഞ്ഞു. എന്തോ ശബ്ദം കേട്ടാണ് രാഘവൻ ചിന്തകളുടെ ലോകത്തു നിന്നും ഞെട്ടിയുണർന്നത്. തൊട്ടരികിലൂടെ ഒരു പട്ടി ചാടിപ്പോയതാണ്. അയാൾ എണീറ്റിരുന്നു. പട്ടി ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് ശരം വിട്ട മാതിരി പാഞ്ഞുപോയി. രാഘവന്റെ ചിന്ത വീണ്ടും ആ സംഭവത്തിലേക്ക് നീണ്ടു. എങ്ങനെയാണ് വീട്ടിലെത്തിയതൊന്നും മറ്റും അറിയില്ല. പിറ്റേന്ന് രാവിലെ ASP ആദിത്യന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘത്തെയാണ് കണി കാണുന്നത്. തലേന്ന് സ്വാമി തന്ന റിവോൾവർ തപ്പിയെടുക്കാൻ അവർക്ക് അധിക നേരം വേണ്ടി വന്നില്ല. പിന്നീടാണ് താൻ പോലും അറിയുന്നത് ഹൈക്കോടതി ജഡ്ജിയെയും ഭാര്യയെയും കൊലപ്പെടുത്തിയതാണ് തൻ്റെ പേരുള്ള ചാർജെന്ന്. അതും തൻ്റെ അമ്മാവനും അമ്മായിയും. എതിർക്കാൻ പോയില്ല. എതിർത്താൽ ASP മറ്റും തന്നെ ജീവനോടെ ലോക്കപ്പിന് പുറത്ത് വിടില്ലെന്ന് അറിയാമായിരുന്നു. കാരണം അവരെല്ലാം കൂടിയാണല്ലോ തന്നെ കൊണ്ട് അത് ചെയ്യിച്ചത്. പോരെങ്കിൽ നാൻസിയുടെ പപ്പയും. താൻ ആ സംഭവം പറഞ്ഞാൽ വൈരാഗ്യം കൊണ്ട് പറയുകയാണെന്നേ മറ്റുള്ളവർ കരുതൂ. ഒന്നിനും തൻ്റെ പക്കൽ തെളിവുകളില്ല. റിവോൾവറിൽ പോലും തൻ്റെ ഫിംഗർ പ്രിന്റുകളേ ഉള്ളൂ. അമ്മാവനെയും മറ്റും വധിച്ചിട്ട് അവർ കുറ്റം തൻ്റെ മേൽ കെട്ടിവെച്ചു. പോലീസ് പരിശോധനയിൽ തൻ്റെ റിവോൾവറിൽ നിന്നും നഷ്ടമായിരിക്കുന്ന 2 ബുള്ളറ്റുകൾ കൊണ്ടാണ് അവർ മരിച്ചതും. കരുതിക്കുട്ടിയുള്ള ചതി. ജയിലിൽ നിന്നിറങ്ങി ആദ്യം പോയത് സ്വാമിയെ ആദ്യമായും അവസാനമായും കണ്ട ആ തുരുത്തു പോലെയുള്ള സ്ഥലത്തേക്കാണ്. പക്ഷേ അവിടെ ആ ഷെഡിന്റെ അവശിഷ്ടം പോലും ഉണ്ടായിരുന്നില്ല. ഇന്നും മനസ്സിന്റെ കോണിൽ കിടക്കുന്ന ഒരു ചോദ്യമുണ്ട്. അവരെന്തിനാണ് ജഡ്ജിയെയും ഭാര്യയെയും കൊന്നത്? പിന്നെ ആ കുറ്റം എന്തിന് തൻ്റെ തലയിൽ കെട്ടിവെച്ചു? പൗലോസ് ആലക്കോടന് തന്നോടിതൊക്കെ പറഞ്ഞു തരാനാവും. നേരം ഉച്ച കഴിഞ്ഞിരുന്നു. കത്തിക്കാളുന്ന വെയിൽ. രാഘവന് വല്ലാത്ത വിശപ്പും ദാഹവും തോന്നി. എന്തായാലും രാത്രി വരെ കാത്തിരുന്നേ പറ്റൂ. ജില്ലാ ഹോസ്പിറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ തന്നെയായിരുന്നു ആ യുവതി. SP മണിശങ്കർ കൊണ്ടെത്തിച്ചവൾ. ഇഞ്ചുകളുടെ വ്യത്യാസത്തിലാണ് അവളുടെ ജീവൻ മരണത്തിനും ജീവിതത്തിനും ഇടയിലുള്ള തുലാസിൽ കിടന്ന് ആടുന്നത്. കത്തി ഒരല്പം കൂടി മാറിയിരുന്നുവെങ്കിൽ അവളുടെ ഹൃദയം പിളർന്നു പോയനെ. എങ്കിലും ഡോക്ടർമാർക്ക് വ്യക്തമായ ഒരു ഉത്തരം പറയാൻ കഴിയുന്നില്ല. അവൾ ജീവിക്കാനുള്ള സാധ്യത 10% പോലും ഇല്ലെന്നാണ് അവരുടെ അഭിപ്രായം. നേരം സന്ധ്യയോടടുക്കുകയായിരുന്നു. ഹോസ്പിറ്റലിന് മുന്നിൽ മാരുതി ജിപ്സി ബ്രേക്കിട്ട് നിന്നു. SP മണിശങ്കർ അതിൽ നിന്നിറങ്ങി. 2 പോലീസുകാരെ അവിടെ ഡ്യൂട്ടിക്കിട്ടിരുന്നു. മണിശങ്കർ അങ്ങോട്ട് ചെന്നപ്പോൾ അവർ അറ്റൻഷനായി. സർ, മുറിയുടെ മധ്യഭാഗത്ത് ആ യുവതി കിടക്കുന്നത് കാണാമായിരുന്നു. അവളുടെ സിരകളിലേക്ക് അപ്പോഴും ഗ്ലൂക്കോസ് കടത്തിക്കൊണ്ടിരിക്കുകയാണ്. മുഖത്ത് ഓക്സിജൻ മാസ്ക് പിടിപ്പിച്ചിട്ടുണ്ട്. 3 രോഗികൾക്ക് ഒരു നഴ്സ് വീതം. അവിടെ അവർ ശ്രദ്ധയോടെ നിൽക്കുന്നു. ശ്വാസമിടുമ്പോൾ ആ യുവതിയുടെ നെഞ്ച് ക്രമാതീതമായി ഉയർന്നു താഴ്ന്നത് മണിശങ്കർ കണ്ടു. അയാൾക്ക് വല്ലായ്മ തോന്നി. അവളൊന്ന് രക്ഷപ്പെട്ടിരുന്നെങ്കിൽ, അല്ലെങ്കിൽ മരിക്കും മുമ്പ് എന്തെങ്കിലും ഉരിയാടിയിരുന്നെങ്കിൽ. ഡോക്ടറെ കണ്ട് അവളുടെ ഇപ്പോഴത്തെ സ്ഥിതിവിവരങ്ങൾ അറിഞ്ഞ ശേഷം പുറപ്പെടാൻ ഭാവിക്കുകയായിരുന്നു മണിശങ്കർ. ജീപ്പിനു നേരെ നടക്കുമ്പോൾ അവിടെ ഒരു കാർ വന്ന് നിൽക്കുന്നതും അതിൽ നിന്ന് 4-5 പേർ ഇറങ്ങുന്നതും കണ്ടു. യാദൃശികമായാണ് കണ്ടത്. എങ്കിലും അവരിൽ ചിലരുടെ മുഖങ്ങൾ ശ്രദ്ധിച്ചു. മണിശങ്കറുടെ നെറ്റി ചുളിഞ്ഞു. പോലീസ് ഫയലുകളിൽ ഫോട്ടോ ഉള്ളവർ, സ്ഥിരം കുറ്റവാളികൾ. മണിശങ്കർ അപകടം മണത്തു. SP മണിശങ്കർ ശ്രദ്ധിക്കുന്നു എന്ന് തോന്നിയിട്ടാവാം അവർ പെട്ടെന്ന് ആശുപത്രിക്കുള്ളിലേക്ക് കടന്നു. അയാൾക്ക് മുഖം കൊടുക്കാതെ ധൃതിയിൽ നടന്നുപോയി. ഹോസ്പിറ്റലും പരിസരവും ഒക്കെ വൈദ്യുത വിളക്കുകൾ തെളിഞ്ഞു നിൽക്കുകയായിരുന്നു. മണിശങ്കർ അവിടെ തന്നെ നിന്നുകൊണ്ട് ശ്രദ്ധിച്ചു. ഒരുപക്ഷെ ആ യുവതി മരിച്ചിട്ടില്ല എന്നുകണ്ട് കൊലയാളികൾ പിന്തുടർന്നെത്തിയതാണോ? അങ്ങനെ ഒരാശയം മനസ്സിലുണ്ടായതും മണിശങ്കർ തിരിഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് ചെന്നു.
പക്ഷേ അവരെ അവിടെ എങ്ങും കണ്ടില്ല. അയാൾ എല്ലായിടത്തും തിരഞ്ഞു. പിന്നെ വന്ന് ഇന്റൻസീവ് കെയർ യൂണിറ്റരികിൽ നിൽക്കുന്ന പോലീസുകാർക്ക് കൂടുതൽ ജാഗ്രത പാലിക്കാൻ ഉത്തരവ് നൽകി. അതിനുശേഷം തന്റെ ജിപ്സിക്ക് അരികിലെത്തിയപ്പോൾ ശ്രദ്ധിച്ചു. അവർ വന്ന വാഹനം അവിടെ ഉണ്ടായിരുന്നില്ല. തന്നെ വെട്ടിച്ച് അവർ രക്ഷപ്പെട്ടതാണെന്ന് അയാൾക്ക് ഉറപ്പായി. മണിശങ്കർ എന്തോ തീരുമാനിച്ചുകൊണ്ട് ജിപ്സിയിൽ കയറി. അത് വെട്ടിത്തിരിഞ്ഞ് ഗേറ്റ് കടന്നുപോയി. പൗലോസ് ആലക്കോടൻ ആകെ അസ്വസ്ഥനായിരുന്നു. അയാൾക്ക് മുന്നിൽ അവർ 5 പേരും കുനിഞ്ഞ ശിരസോടെ നിൽക്കുകയായിരുന്നു. ചേ, ഒരു കാര്യം ഏറ്റെടുത്തിട്ട് അത് പൂർത്തിയാക്കാതെ മടങ്ങി വരാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി? മുതലാളി, ആ SP ഞങ്ങളുടെ പിന്നാലെ വന്നതുകൊണ്ടാണ് ഞങ്ങൾ. നേതാവ് പറഞ്ഞു. വേണ്ട, കൂടുതലൊന്നും പറയണ്ട. നിങ്ങൾ അങ്ങനെ മടങ്ങിപ്പോന്നപ്പോ മണിശങ്കറിന് കൂടുതൽ സംശയം തോന്നുകയല്ലേ ചെയ്യുന്നത്? ഇനി അയാൾ അവൾക്ക് കൂടുതൽ സംരക്ഷണം ഏർപ്പെടുത്തില്ലേ? ആ ചോദ്യങ്ങൾക്ക് ആരും മറുപടി പറഞ്ഞില്ല. പൊയ്ക്കോ, ഈ രാത്രി പുലരും മുമ്പ് അവൾ അവസാനിച്ചു എന്നുള്ള വാർത്ത എനിക്ക് കിട്ടണം. അതിന് കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് പിന്മാറാം. നാളെ ഞാൻ വേറെ ആൾക്കാരെ ഈ ജോലി ഏൽപ്പിച്ചോളാം. മറുത്തൊരക്ഷരം പറയാതെ അവർ പോയി. പൗലോസ് ആലക്കോടൻ ഒരു സിഗരറ്റിന് തീ കൊളുത്തിക്കൊണ്ട് അസ്വസ്ഥനായി മുറിയിൽ അങ്ങിങ്ങ് നടന്നു. ഇരുളിൽ ഗുഹാമാർഗം സൃഷ്ടിച്ചുകൊണ്ട് പാഞ്ഞു വരികയായിരുന്നു രാഘവന്റെ ബൈക്ക്. രാത്രിയായതോടെ ഒളിസങ്കേതത്തിൽ നിന്നും പുറത്തിറങ്ങിയ അയാൾ അടുത്ത പെട്രോൾ പമ്പിൽ നിന്ന് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചു. പിന്നെ ഒരു ഹോട്ടലിൽ കയറി വയറു നിറയെ ഭക്ഷണം കഴിച്ചു. ഇനി ചിലപ്പോൾ അടുത്ത രാത്രി മാത്രമേ ഭക്ഷണം കഴിക്കാനാവൂ എന്ന് അയാൾക്കറിയാം. പൗലോസ് ആലക്കോടിന്റെ രഹസ്യ ഗോഡൌണിനെ കുറിച്ച് ഒരു നേരിയ ധാരണ മാത്രമേ ഉള്ളൂ. നേരത്തെ 1-2 തവണ താൻ ആ ഭാഗത്ത് പോയിട്ടുള്ളതാണ്. നേരം 10 മണി കഴിഞ്ഞു. അലക്സാണ്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ അയാൾ ഒന്നുകൂടി ഓർത്തു. മുന്നിലെ ട്രാഫിക് പോസ്റ്റിൽ ഇടത്തേക്ക് തിരിഞ്ഞു. അവിടെ നിന്ന് ഏതാണ്ട് 10 കിലോമീറ്ററോളം ഓടിയപ്പോൾ സ്കൂൾ കണ്ടു. നേരെ വിട്ടു. പിന്നെ ഒരു കയറ്റം. ഇരുവശത്തും റബ്ബർ തോട്ടങ്ങൾ. മുന്നിലെ വളവിനോട് ചേർന്ന് ഒരു കാണിക്കവഞ്ചി. അതിനരികിലായി അയാൾ ബൈക്ക് നിർത്തി. വെളിച്ചം കുറഞ്ഞ ഒരു ഭാഗത്തേക്ക് ബൈക്ക് നീക്കി വെച്ചു. ഇനി വാഹനത്തിൽ പോകുന്നത് നന്നല്ല. റോഡിലൂടെ നടന്നു. നേരിയ നാട്ടുവെളിച്ചമുണ്ട്. 1 കിലോമീറ്ററോളം നടന്നു കാണും. റോഡ് ഇടത്തേക്ക് തിരിഞ്ഞു. രാഘവൻ അവിടെ തന്നെ നിന്നുകൊണ്ട് പരിസരം ശ്രദ്ധിച്ചു. വലത്തേക്ക് ഒരു വെട്ടുവഴി കണ്ടു. ഇനി സൂക്ഷിക്കണം. ചുറ്റുപാടും കണ്ണുകൾ കൊണ്ട് പരതിയിട്ടാണ് നടന്നത്. കുറെ നടന്നപ്പോഴേക്കും ശരീരം വിയർപ്പിൽ കുളിച്ചു തുടങ്ങിയിരുന്നു. മുന്നിൽ മങ്ങി കത്തി നിൽക്കുന്ന ലൈറ്റ് കണ്ടതും രാഘവൻ റബ്ബർ തോട്ടത്തിലേക്ക് ഇറങ്ങി. പിന്നെ ലൈറ്റിനെ ലക്ഷ്യമാക്കി നടന്നു. 10 മിനിറ്റോളം എടുത്തു ഗോഡൌണിന് അരികിലെത്തുവാൻ. അതിന്റെ വാതിലുകളൊക്കെ അടഞ്ഞു കിടക്കുകയായിരുന്നു. എങ്കിലും അകത്ത് ആളുണ്ടെന്ന് വ്യക്തം. ചില ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. വാതിൽക്കൽ ഒരു ജീപ്പ് കിടന്നിരുന്നു. പുറത്തെങ്ങും ഒറ്റയാളുമില്ലെന്ന് ഉറപ്പായി. നാൻസി ഇതിനുള്ളിൽ തന്നെ ഉണ്ടായിരിക്കുമോ? ഉണ്ടായിരുന്നെങ്കിൽ എന്നയാൾ ആശിച്ചുപോയി. പെട്ടെന്നൊരു ശബ്ദം. രാഘവൻ ഭിത്തിയോട് ചേർന്നു നിന്നു. ഒരാൾ വാതിൽ തുറന്ന് പുറത്തേക്ക് വരികയാണ്. ഒരു വലിയ കെട്ട് ജീപ്പിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അയാൾ വീണ്ടും അകത്തേക്ക് പോയി. രാഘവൻ ഓടി വാതിൽക്കലെത്തി. അകത്തേക്ക് നോക്കി. ഭാഗ്യം, ആരുമില്ല. അയാൾ മുറിക്കുള്ളിലേക്ക് കയറി. അടുക്കി വെച്ചിരിക്കുന്ന വീഞ്ഞപ്പെട്ടികൾ. നേരത്തെ വന്ന മനുഷ്യൻ നടന്നു വരുന്നത് കണ്ടു. രാഘവൻ പെട്ടിയുടെ ഇടയിലേക്ക് മാറി. ഒരു കെട്ടുകൂടി ആ മനുഷ്യൻ ജീപ്പിൽ കൊണ്ടുവന്ന് വെച്ചു. ജീപ്പ് സ്റ്റാർട്ട് ചെയ്ത് പാഞ്ഞുപോയി. മറ്റൊരാൾ വന്ന് വാതിലടിച്ച് ലോക്ക് ചെയ്ത് പിന്തിരിഞ്ഞതും രാഘവൻ ചാടി വീണതും ഒന്നിച്ചായിരുന്നു. തികച്ചും ഒരു കമാൻഡോ മൂവ്. ശബ്ദിക്കാൻ അവസരം കിട്ടും മുമ്പ് ആ മനുഷ്യൻ തറയിൽ കമിഴ്ന്നു വീണു. ഒപ്പം മുകളിലേക്ക് മറിഞ്ഞ രാഘവൻ റിവോൾവറിന്റെ ബാരൽ അയാളുടെ ശിരസിൽ അമർത്തി. നായിന്റെ മോനെ, ഞാൻ പറയാതെ ശബ്ദിച്ചു പോയാ നിന്റെ തലയോട് തണ്ണിമത്തം പോലെ ചിതറിപ്പോകൂ. മരവിച്ച മട്ടിൽ ആ മനുഷ്യൻ കിടന്നു. രാഘവൻ അയാളുടെ കാതിനുള്ളിലേക്ക് റിവോൾവർ തിരുകി കയറ്റി. ഇടതു കൈ അയാളുടെ കഴുത്തിലൂടെ ഇട്ട് മുറുക്കെ പിടിച്ചു. ഇനി എണീക്ക്. അയാൾ അനുസരിച്ചു. രാഘവൻ അയാളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തിരക്കി. ഈ സങ്കേതത്തിൽ നിന്നെ കൂടാതെ എത്ര പേർ കൂടിയുണ്ട്? 3. ആ ശബ്ദത്തിന് വിറയിലുണ്ടായിരുന്നു. പൗലോസ് ആലക്കോടൻ ഇവിടെ ഉണ്ടോ? ഇല്ല. ഇവിടെ എന്തൊക്കെയാണ് ബിസിനസ്? സ്ഫോടക വസ്തു നിർമ്മാണം. രാഘവൻ ഒന്ന് ഞെട്ടി. ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുപോയതും അതാണോ? ശരി. നിന്റെ ബാക്കി ആൾക്കാർ ഇരിക്കുന്നിടത്തേക്ക് നടക്ക്.
അയാളെ അങ്ങനെ തന്നെ പിടിച്ചുകൊണ്ട് രാഘവൻ മുന്നോട്ട് നയിച്ചു. വീഞ്ഞപ്പെട്ടികൾക്കിടയിൽ ഒരു പഴകിയ മേശയ്ക്ക് ചുറ്റും ഇരിക്കുകയായിരുന്നു മറ്റുള്ളവർ. പകുത്തിട്ട ചീട്ട് അവർക്ക് മുന്നിൽ ഉണ്ടായിരുന്നു. ആരും അനങ്ങരുത്. രാഘവന്റെ ശബ്ദം കേട്ടാണ് അവർ തിരിഞ്ഞു നോക്കിയത്. തങ്ങളുടെ താവളത്തിൽ ഒരാൾ കടന്നു വരിക. അവർക്കത് വിശ്വസിക്കുവാൻ പ്രയാസമായി തോന്നി. ഏതാനും നിമിഷങ്ങളോളം എന്തു വേണമെന്നറിയാതെ പകച്ചുപോയി അവർ. തങ്ങളിപ്പോൾ ഒരാക്രമണത്തിന് മുതിർന്നാൽ ആ മനുഷ്യൻ തങ്ങളുടെ സുഹൃത്തിനെ വെടിവെച്ച് വീഴ്ത്തുമെന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. മാത്രമല്ല, അനാവശ്യമായി ചിതറിത്തെറിക്കുന്ന ഒരു തീപ്പൊരി മതി തങ്ങളെയെല്ലാം നിമിഷത്തിനുള്ളിൽ ഇല്ലാതാക്കാൻ. നാളെ ഇവിടെ നിന്ന് കരിഞ്ഞ കുറെ തീക്കട്ടകളല്ലാതെ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ പോലും കിട്ടിയെന്ന് വരില്ല. അപ്പോൾ രാഘവൻ പറഞ്ഞു, കേവലം തൊഴിലാളികളാണ് നിങ്ങളെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഉപദ്രവിക്കണമെന്ന് യാതൊരു ഉദ്ദേശവും എനിക്കില്ല. അതല്ല, മരിക്കണമെന്ന് തന്നെയാണ് നിങ്ങളുടെ വിചാരമെങ്കിൽ എനിക്ക് പിന്നെ ഒന്നും പറയാനില്ല താനും. അവർ മുഖാമുഖം നോക്കിയതല്ലാതെ പ്രതികരിച്ചില്ല. എനിക്ക് വേണ്ടത് പൗലോസ് ആലക്കോടനെയാണ്. ഈ രാത്രി തന്നെ അവൻ എനിക്ക് കിട്ടണം. അതിന് നിങ്ങളുടെ സഹായം അത്യന്താപേക്ഷിതമാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് രാഘവൻ അയാളുമായി ഇത്തിരി കൂടി മുന്നോട്ടെടുത്തു. അവിടെ കിടന്നിരുന്ന കനത്ത ചണച്ചരടുകൾ അയാൾ കണ്ടു. ചെറിയ ബോംബുകൾ ഉണ്ടാക്കുമ്പോൾ അവ കെട്ടിവരിയാനുള്ളതാവും. കാൽകൊണ്ട് അതിൽ ഒരൽപ്പം മുകളിലേക്ക് ഉയർത്തി കയ്യിലെത്തിച്ചു. മേശയ്ക്ക് ചുറ്റുമിരുന്നവർ എണീക്കാൻ ഭാവിച്ചു. വേണ്ട. അയാളുടെ കൈവിരൽ ട്രിഗറിൽ മുറുകുന്നത് മറ്റുള്ളവർ കണ്ടു. നമുക്ക് ഒന്നിച്ചു മരിക്കാം. നിങ്ങൾ ഒരുക്കമാണോ? അല്ലെന്ന് അവരുടെ മുഖഭാവം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. രാഘവൻ ചരട് മേശപ്പുറത്തേക്കിട്ടിട്ട് ഒരാളോട് പറഞ്ഞു, നീ അടുത്തയാളിനെ ബന്ധിക്ക്. അയാൾ മടിച്ചു. നിങ്ങളെ കൊണ്ട് എനിക്ക് അനുസരിപ്പിക്കാൻ അറിയാം. അപ്പോഴും അയാൾ മടിച്ചു. മിന്നൽ പോലെയായിരുന്നു രാഘവന്റെ പ്രവർത്തനം. താൻ ചേർത്ത് പിടിച്ചിരുന്ന മനുഷ്യന്റെ കാതിൽ നിന്നും റിവോൾവർ വലിച്ചെടുത്തതും പിൻകഴുത്തിൽ അതുകൊണ്ട് തന്നെ ഉഗ്രൻ ഒരു പ്രഹരം ഏൽപ്പിച്ചതും ഒപ്പം കഴിഞ്ഞു. ഒടിഞ്ഞു മടങ്ങിയതുപോലെ താഴെ വീണ അയാൾ ഒന്ന് ഞരങ്ങിയതുപോലുമില്ല. മറ്റുള്ളവർ സ്തബ്ധരായി ഇരുന്നുപോയി. രാഘവന്റെ മുഖത്ത് യാതൊരു ഭാവഭേദവും ഉണ്ടായില്ല. അയാൾ അവരുടെ നേരെ ഒരിക്കൽ കൂടി നോക്കി. ഇയാൾ ഇനി അനങ്ങണമെങ്കിൽ ഞാൻ പറയണം. ഇതേ അനുഭവം ഉണ്ടാകേണ്ട എന്നുണ്ടെങ്കിൽ എന്നെ അനുസരിക്കുക. ഇവിടെ നിന്നെ ഒന്ന് രക്ഷിക്കാൻ ഒരു പട്ടി പോലും വരില്ല. അങ്ങനെയൊന്നും പ്രതീക്ഷിക്കുകയും വേണ്ട. അവർക്ക് അനുസരിക്കുകയെ നിവൃത്തിയുണ്ടായിരുന്നുള്ളൂ. ഒരാൾ അടുത്തയാളിനെ ബന്ധിച്ചു, മൂന്നാമൻ രണ്ടാമനെയും. അവസാനത്തെ ആളിനെ രാഘവൻ തന്നെയാണ് ബന്ധിച്ചത്. പിന്നീട് തറയിൽ കിടന്നിരുന്നവനെയും എടുത്ത് മേശപ്പുറത്തേക്കിട്ട് കെട്ടി. ബന്ധിച്ചത് ഭദ്രമായിട്ടാണെന്ന് ഒരിക്കൽ കൂടി പരിശോധിച്ച് ഉറപ്പുവരുത്തി. അതിനുശേഷം ഒരു കസേര വലിച്ചിട്ട് അതിലിരുന്നു. എനിക്ക് പൗലോസ് ആലക്കോടിനെ ഇവിടെ കിട്ടണം. ഫോണുണ്ടോ ഇവിടെ? ഉണ്ട്. രാഘവൻ അവരിൽ ഒരാളെ പിടിച്ചുയർത്തിക്കൊണ്ട് പറഞ്ഞു. നടക്ക്. ഫോൺ ഇരിക്കുന്നിടത്ത് അവർ എത്തി. നമ്പർ പറയടാ, ഞാൻ ഡയൽ ചെയ്യാം. അയാൾ നമ്പർ പറഞ്ഞു കൊടുത്തു. രാഘവൻ പൗലോസിന്റെ നമ്പർ ഡയൽ ചെയ്തു. അപ്പുറത്ത് മണി മുഴങ്ങുന്നത് കേട്ടപ്പോൾ റിസീവർ ആ മനുഷ്യന്റെ കാതിനോട് ചേർത്തു. ഫോണിലൂടെ പറയാൻ പറ്റാത്ത ഒരു അത്യാവശ്യമുണ്ട്. അയാൾ ഉടനെ ഇങ്ങെത്താൻ പറ. ഹലോ. പൗലോസ് ആലക്കോടന്റെ ശബ്ദം. ഫോൺ പിടിച്ചുകൊണ്ട് നിന്ന ആൾ ഒന്നും മിണ്ടാതെ രാഘവനെ നോക്കി. രാഘവൻ റിവോൾവറിന്റെ ബാരൽ അയാളുടെ ഇടത്തുകണ്ണിൽ മുട്ടിച്ചു. ഉടനെ അയാൾ സംസാരിച്ചു തുടങ്ങി. ഞാനാ മുതലാളി, റിച്ചാർഡ്. അത്യാവശ്യമായിട്ട് മുതലാളി ഇങ്ങോട്ടൊന്ന് വരണം. എന്തു പറ്റിയടാ? ഫോണിൽ പറയാൻ പറ്റാത്ത കാര്യമാ. അയാൾ അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രാഘവൻ ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞിരുന്നു. റിസീവർ വാങ്ങി തറയിൽ വെച്ചു. പൗലോസ് ഇങ്ങോട്ട് വിളിച്ചാലും കിട്ടരുത്. ഇനി തിരിച്ചു നടന്നു. രാഘവൻ അയാളെയും കൊണ്ട് മുന്നോട്ട് നീങ്ങി, വീഞ്ഞപ്പെട്ടികൾക്കിടയിലൂടെ. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. ആകാശത്തിലൂടെ ഒരാൾ പറന്നു വരുന്നത് പോലെ രാഘവന് തോന്നി. ആസ്ബെറ്റോസ് ഷീറ്റുകൾക്കിടയിലൂടെ ഒരു മനുഷ്യൻ താഴേക്ക് വീണു. അതേ നിമിഷത്തിൽ രാഘവന്റെ മുഖമടച്ച് ഒരടിയേറ്റു. പിന്നോട്ട് വേച്ച് വീഞ്ഞപ്പെട്ടികളിൽ ഇടിച്ചു വീണു. റിവോൾവർ പിടിവിട്ടുപോയി. പിന്നോട്ട് തെറിച്ചു ചെന്ന് വീഞ്ഞപ്പെട്ടികളിൽ തലയിടിച്ചപ്പോൾ ഉൾക്കണ്ണുകളിൽ സൗരയൂഥത്തിന്റെ ഗ്രഹങ്ങൾ വട്ടം കറങ്ങുന്നത് പോലെ രാഘവന് തോന്നി. അതുകൊണ്ട് താഴെ വീണിട്ട് എണീക്കാൻ വൈകി. ശത്രുവിനെ സംബന്ധിച്ചിടത്തോളം അത് വിലപ്പെട്ട നിമിഷങ്ങളായിരുന്നു. കാളക്കൂറ്റനെ പോലെയുള്ള അയാൾ രാഘവനെ പിടിച്ചുയർത്തി ചുരുട്ടിയ കൈത്തലം കൊണ്ട് മുഖത്ത് ആഞ്ഞിടിച്ചു. അവ്യക്തമായൊരു വിലാപമുയർന്നു. വായ്ക്കുള്ളിൽ ചോരയുടെ രുചി രാഘവൻ അറിഞ്ഞു. ഇങ്ങനെ ഒരു മനുഷ്യൻ കൂടി അവിടെയുണ്ടെന്ന് അയാൾ
സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിരുന്നതല്ല. അവിടുത്തെ തൊഴിലാളികളുടെ നേതാവായിരുന്നു അയാൾ. അപ്പുറത്ത് കിടന്ന് ഉറങ്ങുകയായിരുന്നു. ഇപ്പുറത്തെ ശബ്ദം കേട്ടാണ് ഉണർന്നത്. തനിക്ക് പ്രത്യക്ഷപ്പെടാൻ പറ്റിയ ഒരവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അയാൾ. ഇവിടെ തോറ്റാൽ മരണം ഉറപ്പാണെന്ന് അറിയാമായിരുന്നുവെങ്കിലും രാഘവന് പ്രവർത്തിക്കാൻ അവസരം കിട്ടിയില്ല. ശത്രു അവസരം നൽകിയില്ല എന്നതാണ് സത്യം. അയാൾ രാഘവനെ വീഞ്ഞപ്പെട്ടികൾക്ക് മുകളിലേക്ക് ഉയർത്തിയെറിഞ്ഞു. പിന്നെ അവിടെ നിന്നും താഴേക്ക് വലിച്ചിറക്കാൻ ഭാവിക്കുമ്പോൾ രാഘവൻ വലതുകാൽ വീശി അയാളുടെ കഴുത്തിന് ആഞ്ഞു വെട്ടി. ഓർക്കാപ്പുറത്തായിരുന്നു ആ പ്രയോഗം. അതോടെ അയാൾ വീണു. താഴേക്ക് കുതിച്ചിറങ്ങി കാൽമുട്ടുകൊണ്ട് അയാളുടെ നെഞ്ചിൽ ആഞ്ഞാഞ്ഞിടിച്ചു. അയാൾ ഉറക്കെ നിലവിളിച്ചു. രാഘവൻ അയാളുടെ തലമുടിയിലും താടിയിലും ഒരേപോലെ പിടിമുറുക്കി. പിന്നെ ശക്തമായി ഇടതുഭാഗത്തേക്കൊരു വെട്ടിത്തിരിക്കൽ. അയാളുടെ കഴുത്തിലെ അസ്ഥി ഒടിയുന്ന ശബ്ദം കേട്ടു. പെട്ടെന്ന് അയാളുടെ നിലവിളി ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു. രാഘവൻ പിടിവിട്ടപ്പോൾ കഴുത്തൊടിഞ്ഞ ആടിനെ പോലെ ഏതാനും സെക്കൻഡുകളോളം അയാൾ കൈകാലടിച്ച് പിടഞ്ഞു. പിന്നെ എല്ലാം ശാന്തം. ശ്വാസം വിടാൻ പോലും മറന്നു നിൽക്കുകയായിരുന്നു ബന്ധനസ്ഥനായ മനുഷ്യൻ. രാഘവനും തീർത്തും അവശനായി കഴിഞ്ഞിരുന്നു. എങ്കിലും അത് പുറത്ത് പ്രകടിപ്പിക്കാതെ തന്റെ റിവോൾവറും എടുത്തുകൊണ്ട് ആ മനുഷ്യനെയും കൂട്ടി പഴയ സ്ഥലത്തേക്ക് പോയി. അവർ ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന മേശപ്പുറത്ത് പകുതി ഒഴിഞ്ഞ റം കുപ്പിയും വെള്ളവും ഉണ്ടായിരുന്നു. രാഘവൻ ആ കുപ്പിയെടുത്ത് വായിലേക്ക് കമഴ്ത്തി. 2-3 കവൾ ഇറക്കി കഴിഞ്ഞിട്ട് അല്പം വെള്ളവും കുടിച്ചു. ആവൂ! രാഘവൻ ചുറ്റും നോക്കി. ഒരു കനത്ത കയർ കണ്ണിലുടക്കി. പെട്ടെന്ന് അതെടുത്തു. കൈകൊണ്ട് അത് ഒരു റോൾ പോലെ ആക്കിയിട്ട് ആംഗ്ലറുകൾ നോക്കി എറിഞ്ഞു. ഒരു ആംഗ്ലറിന് മുകളിലൂടെ കയറിന്റെ അഗ്രം അപ്പുറം കടന്ന് താഴെ എത്തി. അതിൽ ഒരു കെട്ടിട്ട് മുറുക്കി. 4-5 അടി മുകളിലേക്ക് അതിൽ പിടിച്ചു തന്നെ കയറി ബലം പരിശോധിച്ചു. പട്ടാളത്തിൽ ട്രെയിനിങ് പീരീഡിലുള്ള ചില കാര്യങ്ങളാണ് അപ്പോൾ രാഘവന് ഓർമ്മ വന്നത്. സമയം ഇഴഞ്ഞു നീങ്ങുകയായിരുന്നു. അകലെ ഒരു വാഹനത്തിന്റെ ശബ്ദം കേട്ടു. രാഘവൻ വാതിൽക്കിലേക്ക് ഓടി. വാതിൽ തുറന്നപ്പോൾ റബ്ബർ മരങ്ങളെ തൊട്ടൊഴിഞ്ഞ് ഒരു വാഹനത്തിന്റെ വെളിച്ചം അവിടേക്ക് കടന്നു വരുന്നത് കണ്ടു. രാഘവൻ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വാതിൽ ചാരി കെട്ടിടത്തിന്റെ മറവിലേക്ക് മാറി നിന്നു. ഒരു ടാറ്റ എസ്റ്റേറ്റ് അവിടെ വന്ന് ബ്രേക്കിട്ട് നിന്നു. അതിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് പൗലോസ് ആലക്കോടൻ ചാടിയിറങ്ങി. അയാളുടെ ഓരോ ചലനത്തിലും വല്ലാത്തൊരു വ്യഗ്രതയുണ്ടെന്ന് രാഘവൻ കണ്ടു. ജുബ്ബയുടെ കൈകൾ തീർത്തു കയറ്റിയിരുന്നു. മുണ്ട് മടക്കി കുത്തിയപ്പോൾ അത് ക്രമത്തിലധികം ഉയർന്നുപോയി. അയാൾ വാതിൽക്കൽ എത്തിയപ്പോഴേക്കും രാഘവൻ കാറിനടുത്തെത്തി. കോളിംബെല്ലിൽ വിരലമർത്തി പൗലോസ് ആലക്കോടൻ കാത്തുനിന്നു. പക്ഷേ ആരും വന്ന് വാതിൽ തുറന്നില്ല. അയാൾ ചുറ്റും നോക്കി. പിന്നെ ഭയത്തോടെ വാതിലിൽ തള്ളി. അത് തുറക്കപ്പെട്ടു. റോബർട്ട്! അയാൾ വിളിച്ചു. ശബ്ദം അധികം ഉയർന്നില്ലെങ്കിലും അത് ഗോഡൌണിൽ മാറ്റൊലി കൊണ്ടു. അകത്ത് ബന്ധനത്തിൽ കിടക്കുന്നവർക്ക് വിളി കേൾക്കണമെന്നുണ്ടായിരുന്നുവെങ്കിലും രാഘവനെ ഭയന്ന് അവർ അനങ്ങിയില്ല. തന്റെ പിന്നിൽ ഇരുളിൽ ഒരു ചലനമുണ്ടായതുപോലെ പൗലോസ് ആലക്കോടന് തോന്നി. ഞെട്ടിത്തിരിയും മുമ്പ് അന്തരീക്ഷത്തിലേക്ക് ചാടി ഉയർന്ന രാഘവൻ അയാളുടെ പുറത്ത് ആഞ്ഞു തൊഴിച്ചു കഴിഞ്ഞിരുന്നു. അയ്യോ എന്ന അലർച്ചയോടെ തുറന്ന വാതിലൂടെ പൗലോസ് അകത്തേക്ക് കമിഴ്ന്നു വീണു. പിന്നാലെ കുതിച്ച രാഘവൻ നിമിഷാർദ്ധത്തിനുള്ളിൽ വാതിലടക്കുകയും അയാളുടെ ഇരു കൈകളിലും മുട്ടുകൾക്ക് മുകളിലായി കാലുകൾ അമർത്തുകയും ചെയ്തു. വിടടാ! അയാൾ അലറി. രാഘവൻ ചിരിച്ചു. പൗലോസേ, തെണ്ടിപ്പട്ടി എന്ന് ഗർജിച്ചുകൊണ്ട് അയാളുടെ 2 കൈപ്പത്തികളിലും പിടിച്ച് ശക്തിയായി മുകളിലേക്ക് ഉയർത്തി. പൗലോസ് ആലക്കോടന്റെ അലർച്ച ആ കെട്ടിടത്തിന്റെ ഓരോ മൂലയിലും മാറ്റൊലി കൊണ്ടു. രാഘവൻ ചവിട്ടിയ ഭാഗം വെച്ച് അയാളുടെ കൈകൾ രണ്ടും ഒടിഞ്ഞുപോയിരുന്നു. രാഘവൻ കാലുകൾ മാറ്റി. കൈകുത്തി ചാടി എണീക്കാനാഞ്ഞെങ്കിലും പൗലോസിന് അതിന് കഴിഞ്ഞില്ല. ഒരു വിധത്തിൽ ഉരുണ്ട് പിരണ്ട് എണീറ്റെങ്കിലും കൈകൾ വെറുതെ തൂങ്ങിക്കിടന്നതേയുള്ളൂ. ദുഃഖവും കോപവും ഉണ്ടായി പൗലോസിന്. അണപ്പല്ലുകൾ ഞെരിച്ചുകൊണ്ട് കലിയോടെ അയാൾ രാഘവനെ നോക്കി. കീശയിൽ റിവോൾവർ കിടപ്പുണ്ട്. പക്ഷേ കൈകൾ ഉപയോഗശൂന്യമായി പോയിരിക്കുന്നു. പെട്ടെന്ന് ഒരലർച്ചയോടെ അയാൾ രാഘവന് നേരെ വന്നു. തന്നെ കടിക്കുകയാണ് ഉദ്ദേശമെന്ന് മനസ്സിലാക്കിയ രാഘവൻ പെട്ടെന്ന് കാലുയർത്തി അയാളുടെ അടിവയറ്റിൽ ചവിട്ടി. അയാൾ മലർന്നടിച്ചു വീണു. രാഘവൻ അയാളുടെ വാരിയെല്ലുകൾ തകർക്കുന്ന വിധത്തിൽ നെഞ്ചിൽ ആഞ്ഞാഞ്ഞ് കാലമർത്തി. ഒടുവിൽ ഒരു പഴന്തുണിക്കെട്ടുപോലെ തറയിൽ കിടന്നിരുന്ന അയാളെ രാഘവൻ വലിച്ചെണീപ്പിച്ചു. നിനക്കെന്നെ ഓർമ്മയുണ്ടോടാ? രാഘവൻ ചോദിച്ചു. രാഘവൻ, അയാൾ പിറുപിറുത്തു.
നടക്ക്. നീ ചെയ്തിട്ടുള്ള ഉപകാരങ്ങൾക്കൊക്കെ തക്കതായ പ്രതിഫലം കാത്തു വെച്ചിരിക്കുകയാണ് ഞാൻ. പൗലോസ് ആലക്കോടന്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് രാഘവൻ മുന്നോട്ട് നടത്തി. അവിടെ ബന്ധനത്തിൽ കിടക്കുന്ന തന്റെ ആൾക്കാരെ കണ്ടപ്പോൾ പൗലോസ് ആലക്കോടൻ അലറി. നിനക്കൊക്കെ ഒന്ന് നിലവിളിച്ചെങ്കിലും എന്നെ രക്ഷിക്കാൻ വയ്യായിരുന്നോടാ, ഒന്നികെട്ട തിണ്ടികളെ. ആരും ഒന്നും മിണ്ടിയില്ല. അപ്പോഴാണ് ഒരു സ്റ്റൂളിൽ വീഞ്ഞ പെട്ടിയിലേക്ക് ചാരി തന്നെ തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നയാളുടെ മേൽ അയാളുടെ കണ്ണുകൾ പാറി വീണത്. നിന്റെ വായി പഴമാണോടാ എന്ന് ചോദിച്ചതും ഒറ്റ ചവിട്ടായിരുന്നു. അയാൾ താഴെ വീണു, അനങ്ങിയില്ല. നിന്റെ കാറ്റും പോയോടാ, നീയല്ലായിരുന്നോ നേതാവ്? അമർഷം മുറ്റിയ ശബ്ദം. നേരത്തെ മരിച്ച മനുഷ്യനെ രാഘവനാണ് അങ്ങനെ ഇരുത്തിയത്. ആ സ്റ്റൂൾ എടുത്ത് രാഘവൻ താൻ നേരത്തെ കെട്ടിയ കയറിൽ നേരെ താഴെ ഇട്ടു. ഈ തക്കത്തിന് പൗലോസ് ആലക്കോടൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും രാഘവൻ അയാളെ പിടിച്ചുകൊണ്ടുവന്നു. കയറി നിൽക്കടാ സ്റ്റൂളിൽ. എന്നെ കൊല്ലാൻ പോവുകയാണോ? കയറിലേക്ക് നോക്കി അയാൾ കരഞ്ഞു. കൊല്ലണോ വേണ്ടയോ എന്നൊന്നും തീരുമാനിച്ചിട്ടില്ല, ആദ്യം കയറ്. പറയുക മാത്രമല്ല, അയാളെ പിടിച്ച് കയറ്റുകയും ചെയ്തു രാഘവൻ. പിന്നെ കയർ ആ കഴുത്തിൽ കെട്ടി. ഇനി ആ സ്റ്റൂൾ മാറ്റിയാൽ അതോടെ തീർന്നു. കൊല്ലല്ലേ രാഘവ, ഞാൻ നിരപരാധിയാണ്. ഞാനൊന്നും ചോദിച്ചില്ലല്ലോ പൗലോസേ. അതിനു മുമ്പേ നീ കുമ്പസാരം തുടങ്ങിയോ? അയാളും ഒരു കസേര വലിച്ചിട്ടിരുന്നു. സൂക്ഷിച്ചു നിന്നോണം, അല്ലെങ്കിൽ നീ തന്നെയാ കയറി തൂങ്ങുന്നത്. പൗലോസ് ആലക്കോടന്റെ ശരീരം അടിമുടി വിറയ്ക്കുകയായിരുന്നു. സിനിമകളിൽ പോലും ഇത്രയും ഭീകരമായ ഒരു രംഗം കണ്ടിട്ടില്ല. അറിയാതെയെങ്കിലും കാലൊന്ന് വഴുതിയാൽ, സ്റ്റൂൾ ഒന്ന് ചരിഞ്ഞാൽ. ഈ നേരത്ത് SP മണിശങ്കറിന്റെ ക്വാർട്ടേഴ്സിൽ ഫോൺ നിർത്താതെ ബെല്ലടിക്കുകയായിരുന്നു. കൈ നീട്ടി ബെഡ്റൂം ലാമ്പ് തെളിച്ചിട്ട് അയാൾ റിസീവർ എടുത്തു. യെസ്, ഉറക്കച്ചടവോടെ പറഞ്ഞു. പക്ഷേ അപ്പുറത്തു നിന്ന് കേട്ട വാർത്ത നടുക്കം കൊള്ളിക്കുന്നതായിരുന്നു. മൈ ഗോഡ്! അയാൾ റിസീവർ കാർഡിലേക്ക് ഇട്ടു. ഉറക്കം ക്ഷണനേരത്തിനുള്ളിൽ മാറി. അയാൾ പിടഞ്ഞെണീറ്റു. വേഗം ഡ്രസ്സ് മാറി ജിപ്സിക്ക് നേരെ പാഞ്ഞു. ജനറൽ ഹോസ്പിറ്റലിന് മുന്നിൽ വല്ലാത്തൊരു ശബ്ദത്തോടെ ജിപ്സി നിന്നു. ചാടിയിറങ്ങിയ മണിശങ്കർ ഹോസ്പിറ്റലിനുള്ളിലേക്ക് കുതിച്ചു. വാച്ച്മാൻ ഭയത്തോടെ പിന്നോക്കം മാറി. ആശുപത്രിയിലാകെ പരിഭ്രാന്തി പടർന്നിരിക്കുന്നുവെന്ന് മണിശങ്കർ അറിഞ്ഞു. ഇന്റൻസീവ് കെയർ യൂണിറ്റിന് മുന്നിൽ ധാരാളം ആൾക്കാർ. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ അവരെ ഒരു വിധത്തിൽ അകറ്റി നിർത്തിയിരിക്കുകയാണ്. അവർക്കിടയിലൂടെ മണിശങ്കർ അപ്പുറത്തെത്തി. പോലീസുകാർ അറ്റൻഷനിലായി. അവരെ തീർത്തും അവഗണിച്ച് മണിശങ്കർ മുന്നോട്ട് നീങ്ങി. ഇന്റൻസീവ് കെയർ യൂണിറ്റിന്റെ വാതിലിൽ ഉണ്ടായിരുന്ന ഗ്ലാസ് ചിതറിക്കിടന്നിരുന്നു അവിടെ. അയാൾ അകത്തേക്ക് നോക്കി. താൻ അവിടെ എത്തിച്ച യുവതിക്കരികിൽ ഡോക്ടർമാരും നഴ്സുമാരും നിൽക്കുന്നു. മണിശങ്കർ വാതിലിൽ തട്ടി. ഒരു ഡോക്ടർ തിരിഞ്ഞു നോക്കിയിട്ട് നഴ്സിനോട് എന്തോ പറയുന്നത് കണ്ടു. അവൾ വാതിൽക്കിലേക്ക് വന്നു. അവക്ക് മണിശങ്കർ അർദ്ധോക്തിയിൽ നിർത്തി. അല്പം ഭാഗ്യമുണ്ട്, ഇടതുകാലിന്റെ തുടയിലാണ് വെടിയുണ്ട തുളഞ്ഞിറങ്ങിയത്. അത് ഓപ്പറേറ്റ് ചെയ്ത് മാറ്റിക്കഴിഞ്ഞു. കൊടുങ്കാറ്റ് പോലെ മണിശങ്കർ വെട്ടിത്തിരിഞ്ഞു. പോലീസുകാർ തല താഴ്ത്തി. മണിശങ്കർ അങ്ങോട്ടടുത്തു. ഒരു പോലീസുകാരന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് മുകളിലേക്ക് ഉയർത്തി. കാര്യത്തിന്റെ ഗൗരവം നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടല്ലേ ഞാൻ പോയത്? എന്നിട്ട് അതിനിടയിൽ നിങ്ങളെവിടെ പോയി? ടെൽമി. ഞാൻ പോലീസുകാരൻ പതറി. കള്ളം പറഞ്ഞ് രക്ഷപ്പെടാമെന്ന് കരുതണ്ട. ഞാനതിന് അനുവദിക്കില്ല. ഒരു ക്രിമിനലിന് കിട്ടുന്ന പരിഗണന പോലും നിങ്ങൾക്ക് തരില്ല. നിങ്ങൾ ആര് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് മാറി? എന്തിന്? ഉത്തരം തന്നേ പറ്റൂ. പറഞ്ഞോ, വേഗം പറഞ്ഞോ. ഐ ഡോണ്ട് വാണ്ട് യുവർ എക്സ്പ്ലനേഷൻ. മണിശങ്കറിന്റെ വാക്കുകൾ കത്തിയെരിയുകയായിരുന്നു. പോലീസുകാരൻ പകച്ചുപോയി. കണ്ടുനിന്നവർ പോലും മണിശങ്കറിന്റെ ഭാവമാറ്റം കണ്ട് ഭയന്നു. മനസാർ സുപ്പീരിയർ ഓഫീസറാണ്. എന്നാലും ഇങ്ങനൊരു പെരുമാറ്റം പോലീസുകാർ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അതും ഇത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ച്. കോപം വന്നാൽ എന്തും ചെയ്യാൻ മടിക്കാത്തവനാണ് മണിശങ്കർ എന്നവർ കേട്ടിട്ടുണ്ടായിരുന്നു. പോലീസുകാരുടെ മുഖങ്ങളിലേക്ക് തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് SP പിടിവിട്ടു. രക്ഷപ്പെടുമെന്ന് യാതൊരു ധാരണയും വേണ്ട. ടെൽമി, സംഭവം നടക്കുമ്പോൾ നിങ്ങളിവിടെ ഉണ്ടായിരുന്നില്ല, ശരിയല്ലേ? സർ, അവർക്ക് സമ്മതിക്കാതിരിക്കാൻ ആയില്ല. നിങ്ങൾ എവിടെ പോയി? സർ, ഇരുന്ന് ക്ഷീണിച്ചപ്പോൾ ഞങ്ങളൊരു ചായ കുടിക്കാൻ. മണിശങ്കർ അണപ്പല്ലുകൾ കടിച്ചമർത്തി രോഷമൊതുക്കി. ഇവരോടൊക്കെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് തോന്നി. ഫൈബർ കസേരകളിൽ ഒന്നിലിരുന്നിട്ട് അയാൾ തിരക്കി. എങ്ങനെയായിരുന്നു സംഭവം? അത് കൃത്യമായി കോൺസ്റ്റബിൾസിനും അറിഞ്ഞുകൂടാ.
മറ്റുള്ളവർ പറഞ്ഞു കേട്ട് അവർ അറിഞ്ഞത് ഇങ്ങനെയാണ്. 2-3 പേർ ഇടനാഴിയിലൂടെ നടന്നു വന്നു. അവരിൽ ഒരാൾ ഇന്റൻസീവ് കെയർ യൂണിറ്റിന്റെ വാതിൽ തുറന്ന് അകത്ത് കയറി. അവിടെ ഒരു കസേരയിലിരുന്ന് ഉറങ്ങിപ്പോയ നേഴ്സ് ഞെട്ടി ഉണർന്നു നോക്കുമ്പോൾ മുന്നിൽ കത്തിയുമായി ഒരാൾ. അവർ അലറിക്കരഞ്ഞു. ആ ശബ്ദം കേട്ട് മറ്റു 2 നഴ്സുമാർ കൂടി ഓടിയെത്തി. പക്ഷേ വാതിൽക്കൽ നിന്നിരുന്നവർ തോക്കുകാട്ടി അവരെ വിരട്ടി. ആകെ ബഹളം. ഇതിനിടെ അകത്ത് കയറിയ മനുഷ്യൻ അബോധാവസ്ഥയിൽ കിടന്നിരുന്ന യുവതിയെ കുത്തിയെങ്കിലും കത്തി ബെഡിൽ തുളഞ്ഞിറങ്ങിയാണ് ഉണ്ടായത്. അപ്പോഴേക്കും നഴ്സുമാർ പിന്നിൽ നിന്ന് അയാളെ വട്ടം പിടിച്ചു കഴിഞ്ഞിരുന്നു. വീടിനടി! അയാൾ അലറി. മൽപ്പിടുത്തത്തിനിടയിൽ ഒരു നഴ്സിന്റെ കൈ മുറിഞ്ഞു. കോപാകുലയായ അവൾ തൊട്ടടുത്ത ടേബിളിൽ ഇരുന്ന 4-5 നീഡിലുകൾ എടുത്ത് അയാളുടെ പുറത്ത് കുത്തിയിറക്കി. അപ്രതീക്ഷിതമായ ഈ പ്രവൃത്തിയുടെ ഫലമായി അയാൾ വേദന സഹിക്കാനാവാതെ നിലവിളിച്ചുകൊണ്ട് പുറത്തേക്കോടി. ഉടൻ പുറത്തു നിന്നിരുന്ന തോക്കുധാരികൾ ഒരാൾ റിവോൾവറിന്റെ ബാരൽ കൊണ്ട് വാതിലിലെ ഗ്ലാസ് തട്ടിയുടയ്ക്കുകയും അകത്തേക്ക് നിറയൊഴിക്കുകയുമായിരുന്നു. പിന്നെ പുറത്തേക്ക് ഓടി മറഞ്ഞു. മണിശങ്കർ എല്ലാം കേട്ടിരുന്നു. താൻ ഭയപ്പെട്ടിരുന്നത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് അയാൾക്കുറപ്പായി. ഈ യുവതി ജീവനോടെ പുറത്തു വന്നുകൂടാ എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. കൊലയാളികൾ പിന്നാലെ തന്നെ നടക്കുന്നു. ഇനി ഏതായാലും ഇവിടെ അവർക്ക് വിട്ടുകൊടുത്തുകൂടാ, അയാൾ തീരുമാനിച്ചു. അതനുസരിച്ച് SIയുടെ നേതൃത്വത്തിലുള്ള പോലീസിനെ അവിടെ ഡ്യൂട്ടിക്കിട്ടു. മടങ്ങും മുമ്പ് അയാൾ അവരോട് പറഞ്ഞു, ഇനിയൊരവസരം കിട്ടിയ കൊലയാളികൾ പൂർണ്ണമായും അത് പ്രയോജനപ്പെടുത്തിയിരിക്കും, തീർച്ച. അതുകൊണ്ട് അവസരത്തിനൊത്ത് പ്രവർത്തിക്കണം നിങ്ങൾ. മേക്ക് എ ഫാസ്റ്റ് മൂവ് സർ. SI അറ്റൻഷനിലായി. മണിശങ്കർ വെട്ടിത്തിരിഞ്ഞ് പുറത്തേക്ക് നടന്നു. അയാളുടെ കാൽക്കീഴിൽ സിമന്റ് ഫ്ലോർ ഞെരിഞ്ഞുടയുകയാണെന്ന് മറ്റുള്ളവർക്ക് തോന്നി. കുറേ നേരം സ്റ്റൂളിൽ അങ്ങനെ നിന്നപ്പോഴേക്കും പൗലോസ് ആലക്കോടിന് തളർന്നു വീഴുമെന്ന് തോന്നി. ശരീരം വിയർത്തു. ജുബ്ബ ശരീരത്തോട് നനഞ്ഞൊട്ടി. കഴുത്തിൽ കുരുക്കിയിരിക്കുന്നത് കയറല്ല, മറിച്ച് ഒരു സർപ്പമാണെന്ന് അയാൾക്ക് തോന്നി. ഒടിഞ്ഞ കൈകൾ നീരി വെച്ച് വീർത്തു തുടങ്ങിയിരിക്കുന്നു. തന്നെക്കൊണ്ട് താങ്ങാൻ കഴിയുന്നതിലും കൂടുതൽ ഭാരമാണ് ആ കൈകൾക്കെന്ന് അയാൾ അറിഞ്ഞു. അയാളുടെ ഓരോ ഭാവവും ക്രൂരമായൊരു സംതൃപ്തിയോടെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു രാഘവൻ. നേരത്തെ അയാൾ ബന്ധനസ്ഥരാക്കിയ തൊഴിലാളികളും പേടിയോടെ ഇരിക്കുന്നു. അബോധാവസ്ഥയിലായ മനുഷ്യന് സ്വബോധം വീണ്ടു കിട്ടിയിരുന്നു. എല്ലാവർക്കും നടുക്കം പകരാൻ മരണമടഞ്ഞ നേതാവിന്റെ ശരീരം ഒരു ചാക്കുകെട്ടുപോലെ അവിടെ കിടക്കുന്നു. രാഘവൻ എണീറ്റു. ചുറ്റും ഇരിക്കുന്നത് സ്ഫോടന വസ്തുക്കളുടെ കൂമ്പാരങ്ങളാണെങ്കിലും ഞാൻ അങ്ങനെയൊന്നും നിന്നെ തീർക്കത്തില്ല പൗലോസേ, രാഘവൻ പറഞ്ഞു. എന്റെ ന്യായമായ സംശയങ്ങൾ തീർത്തു തരുവാൻ നീ ഒരുക്കമാണെങ്കിൽ നിന്റെ ജീവന്റെ കാര്യത്തിൽ ഞാൻ ഒരു വട്ടം കൂടി ചിന്തിച്ചു എന്ന് വരും. എന്തു പറയുന്നു? ഞാൻ എന്തു വേണമെങ്കിലും ചെയ്യാ രാഘവ. നീ എന്നെ ഇവിടെ നിന്ന് ഇറക്കി നിർത്ത്. അത് വേണ്ട. സത്യങ്ങൾ പറഞ്ഞു തരുവാൻ ഇതിലും നല്ലൊരു സ്ഥലം വേറെ ഇല്ല, സാഹചര്യവും. അതിനാൽ എത്രയും വേഗം നീ പറഞ്ഞ് അവസാനിപ്പിക്കുന്നുവോ അത്രയും വേഗം ഞാൻ നിന്നെ മോചിപ്പിക്കാം. പൗലോസ് ആലക്കോടൻ ദയനീയമായി നോക്കി. ആദ്യം നീ പറയേണ്ടത് എൻ്റെ ഭാര്യ നാൻസിയെക്കുറിച്ചാണ്. അലക്സാണ്ടർ ഇവിടെ കൊണ്ടുവന്ന് നിന്നെ ഏൽപ്പിച്ച അവളെവിടെ? ആ രാത്രി തന്നെ അവളുടെ അച്ഛന് ഞാൻ അവളെ കൈമാറി. കള്ളം പറയുന്നോടാ എന്നലറിക്കൊണ്ട് രാഘവൻ അടിവയറ്റിൽ കൈ ചുരുട്ടിയിടിച്ചു. സ്റ്റൂളിൽ നിന്ന് വേച്ചു വീഴാൻ തുടങ്ങിയ അയാളെ നേരെ നിർത്തുകയും ചെയ്തു. അയ്യോ, എന്നെ തല്ലല്ലേ രാഘവ, ഞാൻ പറയുന്നതൊക്കെ സത്യം തന്നെയാണ്, പൗലോസ് കരഞ്ഞു. സത്യമായിട്ടും ഞാൻ നാൻസിയെ തോമസ് ജോസഫിന്റെ അരികിൽ എത്തിക്കുകയായിരുന്നു. രാഘവന്റെ നെറ്റിയിൽ ചുളിവുകൾ വീണു. പൗലോസ് പറയുന്നത് കളവല്ല എന്ന് അയാൾക്ക് ഉറപ്പായി. എന്നിട്ട് പിന്നീടുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. അയാളുടെ കസ്റ്റഡിയിൽ നിന്നും അവൾ ചാടിപ്പോയി എന്നറിയാൻ കഴിഞ്ഞു. രാഘവൻ ഇരുത്തി മൂളി. പക്ഷെ അത് പറയുമ്പോൾ പൗലോസ് പല കാര്യങ്ങളും മനസ്സിൽ മൂടിവെച്ച കാര്യം രാഘവൻ അറിഞ്ഞില്ല. ശരി, അടുത്ത ചോദ്യം. അത് ആദ്യം മുതൽക്ക് തന്നെ ആവട്ടെ. നീ എല്ലാം കൂടി എന്തിനാണ് എൻ്റെ അമ്മാവനായ ജഡ്ജി ഗുരുദാസിനെയും മറ്റും വധിച്ചത്? എന്നിട്ട് കുറ്റം എൻ്റെ മേൽ കെട്ടിവെച്ചത്? സ്വാമിയുമായി ബന്ധപ്പെട്ട ഒരു കേസിന്റെ വിധി പിറ്റേ ദിവസം പറയാനിരിക്കുകയായിരുന്നു ഗുരുദാസ്. ഞങ്ങൾ എത്രയൊക്കെ സ്വാധീനിച്ചിട്ടും ജഡ്ജി ഞങ്ങൾക്കൊപ്പം നിൽക്കാതെ വന്നപ്പോൾ അയാളെ തട്ടിയില്ലെങ്കിൽ സ്വാമി ഇരുമ്പഴി എണ്ണേണ്ടി വരുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പായി. മാത്രമല്ല, അയാളെ തട്ടിയില്ലെങ്കിൽ ഞങ്ങളെല്ലാം കൂടി കേസിൽ കൊടുക്കുമെന്ന് സ്വാമിയും പറഞ്ഞു. എന്തായിരുന്നു സ്വാമിയുടെ പേരിലുള്ള ചാർജ്? പെൺവാണിഭം, സ്ത്രീപീഡനം,
കൂടുതലും 15നും 12നും ഇടയിൽ പ്രായമുള്ള പെൺകുട്ടികൾ. സ്വാമിയുടെ ആശ്രമത്തോട് ചേർന്ന് ഒരു അഗതി മന്ദിരം ഉണ്ടായിരുന്നു. അനാഥ ബാലികമാരെ മാത്രമാണ് അവിടെ സംരക്ഷിച്ചു പോന്നിരുന്നത്. ഒന്ന് നിർത്തിയിട്ടാണ് അയാൾ ബാക്കി പറഞ്ഞത്. കുട്ടികൾക്ക് നല്ല ആഹാരങ്ങൾ നൽകിയിരുന്നു. അവരെ കഴിവതും വേഗത്തിൽ ശാരീരിക വളർച്ച എത്തിക്കുക എന്നതായിരുന്നു ഉദ്ദേശം. അങ്ങനെ ആർക്കും സംശയം തോന്നാത്ത വിധത്തിൽ ബിസിനസ് നടന്നു വരവെ മണിശങ്കർ എന്നൊരു പോലീസ് ഓഫീസറാണ് അയാളെ കുടുക്കിയത്. മണിശങ്കർ അന്ന് ASP ആണ്. പലതരത്തിൽ ശ്രമിച്ചു നോക്കിയെങ്കിലും സ്വാമിക്ക് രക്ഷപ്പെടാനായില്ല. അയാളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ജാമ്യം കിട്ടാൻ തന്നെ കുറേ ബുദ്ധിമുട്ടി. അപ്പോഴേക്കും ജനങ്ങൾ ആശ്രമവും മറ്റും തല്ലി തകർത്തിരുന്നു. പലപ്പോഴും ഞങ്ങൾ അവിടെ പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാമിയുടെ ഭീഷണിക്ക് മുമ്പിൽ വഴങ്ങാതിരിക്കാനുമായില്ല. ഗുരുദാസനെ വധിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. അപ്പോഴാണ് രാഘവൻ അവധിക്ക് നാട്ടിലെത്തിയത്. എനിക്ക് ഇത്തിരി വെള്ളം വേണം. രാഘവൻ അല്പം വെള്ളമെടുത്ത് പൗലോസ് ആലക്കോടൻ്റെ വായിലേക്ക് ഒഴിച്ചു കൊടുത്തു. ആർത്തിയോടെ അയാൾ അത് കുടിച്ചിട്ട് പറഞ്ഞു, അപ്പോഴാണ് തോമസ് ജോസഫിന് ആ ബുദ്ധി ഉദിച്ചത്. നീയും അമ്മാവൻ ഗുരുദാസും അത്ര ലോക്യത്തിലല്ല. മാത്രമല്ല നീ ഷാർപ്പ് ഷൂട്ടറും. തോമസ് ജോസഫിനാണെങ്കിൽ നിന്നോട് പകരം ചോദിക്കാനുള്ള ഒരു അവസരവുമാകും അത്. അങ്ങനെ ഞങ്ങൾ പദ്ധതി ഒരുക്കി. ആരാണ് അവരെ കൊന്നത്? ASP ആദിത്യൻ. ബാസ്റ്റർഡ്. പിന്നെ ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ എല്ലാം നടന്നു. ചോദിക്കാൻ വിട്ടുപോയി, സ്വാമിയുടെ പേരെന്തായിരുന്നു? പ്രപഞ്ചാനന്ദൻ. ആ പേരിലാണ് അയാൾ അറിയപ്പെട്ടിരുന്നത്. യഥാർത്ഥ പേരെന്താണെന്ന് ആർക്കും അറിയില്ല. ജഡ്ജിയെ കൊന്നതുകൊണ്ട് സ്വാമി രക്ഷപ്പെട്ടോ? രക്ഷപ്പെട്ടു. പിന്നീട് ആ കേസിന് വിധി പറഞ്ഞത് ഞങ്ങൾക്ക് സ്വാധീനമുള്ള ആളായിരുന്നു. സ്വാമി ഇപ്പോൾ എവിടെയുണ്ട്? ലണ്ടനിൽ. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി ലോകരാഷ്ട്രങ്ങൾ തോറും സഞ്ചരിക്കുകയാണ്. അവൻ ഭാരതത്തിലേക്ക് ഇപ്പോൾ വരാറില്ലേ? വരും, ഇടയ്ക്കിടയ്ക്ക്. രാഘവൻ ഒരു നിമിഷം ചിന്തിച്ചു നിന്നു. ജീവകാരുണ്യ പ്രവർത്തനത്തിനാണോ അതോ അതിൻ്റെ പേര് പറഞ്ഞ് മയക്കുമരുന്ന് കച്ചവടത്തിനാണോ കള്ളസ്വാമിയുടെ ഈ യാത്രകൾ? രാഘവൻ അങ്ങനെ ചോദിച്ചാൽ അയാളുടെ മുഖത്ത് പുച്ഛം കലർന്ന ഒരു ചിരിയുണ്ടായി. ഇത്രയൊക്കെ കേട്ട് കഴിയുമ്പോൾ കോമൺ സെൻസുള്ള ആർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ അതൊക്കെ. അതിരിക്കട്ടെ, നിങ്ങൾക്ക് ഏത് ഭീകരവാദി ഗ്രൂപ്പുമായുമാണ് ബന്ധം? അങ്ങനെയൊന്നുമില്ല. പിന്നെ ഈ സ്ഫോടക നിർമ്മാണശാലയുടെ ആവശ്യം? ശരിക്കും പറഞ്ഞാൽ ഇത് ആഭ്യന്തരമന്ത്രി ജയകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരമാണ് നടത്തുന്നത്. എൻ്റെ മേൽനോട്ടത്തിലായെന്നേ ഉള്ളൂ. ഭരിക്കാൻ അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കുക, അണികളെ ചേർത്ത് നിർത്തുക, വോട്ട് ബാങ്കുകൾ സംരക്ഷിക്കുക എന്നതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷ്യം. മനസ്സിലായില്ല? അതായത് ഇപ്പോൾ മസ്ജിദ് തകർത്തതിൻ്റെ 5ാം വാർഷികമാണ് മറ്റന്നാൾ. അന്ന് കേരളത്തിൽ പല ഭാഗങ്ങളിലും ഭീകരാന്തരീക്ഷം ഉണ്ടാക്കുക, ചിതറി നിൽക്കുന്ന അണികൾ ചേരിയിലെത്താൻ പറ്റിയ മാർഗം. പഴി മുഴുവൻ മുസ്ലിങ്ങളുടെ മേൽ വീഴുകയും ചെയ്യും. എങ്ങനെയുണ്ട്? രാഘവൻ രോഷം അമർത്താൻ പണിപ്പെട്ടു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി ജോർജ് ജോസഫിനെ നിങ്ങൾ എന്നെ കൊണ്ട് കൊല്ലിച്ചത് എന്തിനാണ്? അതിന് പിന്നിൽ അവൻ്റെ അപ്പൻ്റെ തോമസ് ജോസഫിൻ്റെ ഏതോ താല്പര്യം മാത്രമായിരുന്നു. ഞങ്ങൾ ആരുമായി അതിന് ബന്ധമൊന്നുമില്ല. പൗലോസ് ആലക്കോടൻ പറഞ്ഞത് കേട്ട് വിറച്ചുപോയി രാഘവൻ. നോവലിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റു സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. നന്ദി. വീണ്ടും കാണാം.